ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു തെളിവും ബാക്കിയാവാതെ സുന്ദരിക്കെതിരെ പോസ്റ്റർ ഒട്ടിച്ച് ഒരുത്തി ഇനി ഈ ഭൂമിയിൽ വേണ്ട. ചേച്ചി പറഞ്ഞാ മതി, പറയുന്ന പോലെ ഞങ്ങൾ ചെയ്തോളാം. സുന്ദരി, നീ വെറുതെ എന്നെ ചതിക്കരുത്. തങ്കേച്ചി, ഞാൻ പറയുന്നത് സത്യ. ഞാൻ നിങ്ങൾക്ക് പണം തരാനുണ്ട്, അതൊക്കെ വാസ്തവ. പക്ഷെ തങ്കേച്ചിക്ക് അറിയാലോ, കൃഷ്ണനെ ഞാൻ സ്വന്തം അനുജത്തിയെ പോലെ കണ്ടിട്ടുള്ള അവളെ ഞാൻ വേദനിപ്പിക്കോ? പണം പുറത്തെങ്ങും പോയിട്ടില്ല. ഞാനിവിടെയുള്ള ബിസിനസ്സുകാർക്കൊക്കെ കൊടുത്തിരിക്കുക. അതൊന്ന് വാങ്ങിക്കൂട്ടി ആദ്യം തങ്കേച്ചിയുടെ കാശ് തരണോന്ന് എന്റെ മനസ്സിലെ തീരുമാനം. ഞാൻ ഈ പറയുന്ന നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നമുക്ക് തിരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. ഞാനവിടെ ഇരുന്നോളാം. കാശിനോട് ഇത്തിരി ആർത്തി കാണിച്ചിട്ടുണ്ട്, പക്ഷെ ഇതുപോലൊരു നെറുകേടൊന്നും സുന്ദരി കാണിക്കില്ല തങ്കേച്ചി. ചേച്ചി വാ, ചേച്ചിയുടെ കൃഷ്ണ എവിടെയുണ്ടെങ്കിലും ഞാൻ അവളെ കണ്ടുപിടിച്ച് തങ്കേച്ചിയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്താം. സുന്ദരി, നിങ്ങൾ പറയുന്നത് വിശ്വസിക്കണോ വേണ്ടയോന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഈ പാവം നെട്ടോട്ട് ഓടാൻ തുടങ്ങിയിട്ട് എത്ര നേരം എന്നറിയോ? ഒരു വക കഴിച്ചിട്ടില്ല. എത്രയോ തവണ തളർന്ന് വീണെന്നറിയോ? തങ്കേച്ചി, എനിക്ക് ജീവനുണ്ടെങ്കിൽ കൃഷ്ണമോളെ ഞാൻ കണ്ടുപിടിച്ച് തന്നിരിക്കും. അവള് നമ്മുടെ മോളല്ലേ തങ്കേച്ചി. തങ്കേച്ചിക്ക് തരാനുള്ള കാശ് ഒപ്പിച്ച് തന്നിട്ട് നിങ്ങളെ ഞാൻ വിടും. ദൈവം തമ്പുരാനെ ഓർത്ത് എന്നെ ഒന്ന് വിശ്വസിക്കും. എനിക്ക് വയ്യ. അയ്യോ, എന്ത് പറ്റി തങ്കേച്ചി? ഒരടി വെക്കാൻ പോലും പറ്റുന്നില്ല. നെഞ്ചിനകത്തെന്തോ ഭാരം പോലെ. ഞാൻ ചാകാറായി സുനന്ദേ. തങ്കേച്ചി ഒന്ന് വെറുതെ ഇരുന്നേ. വാ വാ, തങ്കേച്ചി ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കും. വാ. അയ്യോ, തങ്കേച്ചിയുടെ മനസ്സിൽ എന്നെ കുറിച്ചുള്ള സംശയം ഇപ്പോഴും മാറിയിട്ടുണ്ടാവില്ലെന്ന് കരുതിയ ഞാൻ നിങ്ങളോടും കൂടെ വരാൻ പറയുന്നു. സാരമില്ല, നമുക്ക് നടക്കാം. വേണ്ട തങ്കേജി, എന്നെ കൊണ്ട് അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല സുനന്ദേ. സുന്ദരി, നടക്ക്. അയ്യോ അയ്യോ തങ്കേച്ചി. സുനന്ദേ, ഞാനിത്തിരി വെള്ളം വാങ്ങിച്ചിട്ട് വരാം. കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കാം. തങ്കേച്ചി ഇനി ഭക്ഷണം കഴിപ്പിച്ചില്ലെങ്കിൽ പറ്റില്ല. സുനന്ദ നോക്കിക്കോണേ, ഞാൻ ഇപ്പൊ തന്നെ വരാം. തങ്കേച്ചി, നിന്നെയൊക്കെ പറ്റിക്കാൻ പറ്റിയില്ലെങ്കിലേ പിന്നെ ഈ സുന്ദരി എന്തിനാടി നടക്കുന്നത്? തങ്കേച്ചി, തങ്കേച്ചി, തങ്കേച്ചി. അയ്യോ, ഇതുവരെ വന്ന റിസൾട്ടുകളിലൊന്നും ഒരു പ്രോബ്ലം കാണുന്നില്ല. ആസ് പെർ റിപ്പോർട്ട്സ് യു ആർ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. പക്ഷേ സാറിന്റെ ക്ഷീണം മാറുന്നില്ലല്ലോ. അല്ല ഡോക്ടർ, വല്ലാത്ത ഒരു അസ്വസ്ഥതയുണ്ട്. അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന പോലെ. 1-2 റിസൾട്ട് കൂടി വരാനുണ്ട്. നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തൽക്കാല ക്ഷീണത്തിന് ഞാനൊരു ഇഞ്ചക്ഷൻ തരാം. ചിലപ്പോൾ ചെറിയൊരു മയക്കം ഉണ്ടാവും. മാണിക്കുഞ്ഞ്, ഗാഥയുടെ കാര്യം എന്തായെന്ന് അന്വേഷിക്കണം. എന്റെ പൊന്നു സാറേ, ആദ്യം മര്യാദയ്ക്ക് റെസ്റ്റ് എടുക്ക്, എന്നിട്ട് മതി അന്വേഷണമൊക്കെ. നോക്കൂ, നവീൻ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും തൽക്കാലം സംസാരിക്കണ്ട. നവീൻ, യു വിൽ ബി ഓൾ റൈറ്റ്. അസുഖത്തിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് കൃത്യമായിട്ടൊരു പരിഹാരം കണ്ടെത്തിയിട്ടേ ഞങ്ങൾ വിടും. ഓക്കെ ഡോക്ടർ. ഡോക്ടറെ, എന്തുപറ്റി? വഴിയിൽ തളർന്നു വീണതാ. എങ്ങനെയാ സംഭവിച്ചേ? അസുഖമുള്ള ആളാ.
എത്രയും പെട്ടെന്ന് IV കൊടുക്കണം. ചെല് പെട്ടെന്ന്. എത്ര നേരമായി ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നു, നിങ്ങളൊക്കെ ആരാ? എന്താ വേണ്ടത്? എന്നെ എന്തിനാ തട്ടിക്കൊണ്ടു വന്നത്? ജീവിക്കാൻ പോലും ഗതിയില്ലാത്തവരാ ഞങ്ങള്. ഞാൻ ചോദിക്കുന്നതൊന്നും നിങ്ങൾ കേൾക്കുന്നില്ലേ? ആരെ പറഞ്ഞിട്ടാ നിങ്ങൾ എന്നെ തട്ടിക്കൊണ്ട് വന്നതെന്ന്? മിണ്ടാതിരിക്കേ അവിടെ. കൂടുതൽ വെളച്ചിൽ കാണിച്ചാലേ ഇവിടെ ഇട്ട് തീർക്കുന്നില്ല ഞങ്ങള്. ചേട്ടാ, നിങ്ങൾ ആരോടെന്ന് എനിക്ക് അറിയില്ല. ഒരുപാട് വിഷമങ്ങളോട് കടന്നു പോണയാളാ ഞാൻ. എന്റെ അമ്മയ്ക്ക് ഞാനല്ലാതെ വേറെ ആരുമില്ല. മിണ്ടാതിരിക്കാൻ പറഞ്ഞില്ലേടി. ഇനി ഒരക്ഷരം നിന്റെ വായിന്ന് വന്നുപോയാ ആ നിമിഷം നിന്നെ ഞാൻ കൊല്ലും. മനസ്സിലായടി? ഹലോ. അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, വല്ലാത്ത ബഹള. ആര് പറഞ്ഞിട്ടാ കൊണ്ടുവന്നെന്ന് അറിയണം, എന്താ ഉദ്ദേശം അറിയണം. ഇടയ്ക്ക് കരച്ചിലും. കരയട്ടെ, നെഞ്ചു പൊട്ടി അവള് കരയട്ടെ. ചേച്ചിയെ പോലീസുകാർ വിട്ടല്ലോ, ഇനി എന്തിനാ ഇവിടെ നമുക്ക്? പോലീസുകാരെന്നെ വിട്ടതുകൊണ്ട് മാത്രം എനിക്ക് അവളോടുള്ള പക തീരില്ല ജയ. നാട്ടിൽ എന്നെ അവൾ എന്താ ചെയ്തേന്ന് അറിയോ നിനക്ക്? എന്താ? നാട് നീളെ അവള് പോസ്റ്റ് ഒട്ടിച്ചു. ഞാൻ പെരുങ്കള്ളിയാണെന്നും ഞാൻ ഇനി കുട്ടനാട്ടില് കാല് കുത്താൻ പാടില്ലെന്നും ആളുകളെ മുഴുവൻ പറഞ്ഞു പഠിപ്പിച്ചു. അപ്പൊ എന്ത് വേണമെന്ന് ചേച്ചി പറയുന്നേ? നാട്ടിൻപുറത്ത് നിസ്സാരായിട്ട് തീരേണ്ട ഒരു കേസ് ഇത്തരത്തിൽ വലുതാക്കിയത് അവളാ. അതിനവളെ കൊന്നു കളഞ്ഞാലല്ലാതെ എനിക്ക് സമാധാനം കിട്ടില്ല. കുറച്ചുകൂടി രാത്രിയാവട്ടെ, ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താ മതി. ഒരു തെളിവും ബാക്കിയാവാതെ സുന്ദരിക്കെതിരെ പോസ്റ്റർ ഒട്ടിച്ച് ഒരുത്തി ഇനി ഈ ഭൂമിയിൽ വേണ്ട. ചേച്ചി പറഞ്ഞാ മതി, പറയുന്ന പോലെ ഞങ്ങൾ ചെയ്തോളാം. എന്നെ വിട്ടേക്ക്, ദൈവത്തെ ഓർത്ത് എന്നെ വിട്ടേക്ക്. ഹലോ അമ്മേ. മാണിക്കുഞ്ഞെ, മോൻ എങ്ങനെയുണ്ട്? നല്ല ക്ഷീണമുണ്ട്. ഡോക്ടർ എല്ലാ ടെസ്റ്റുകളും നടത്തുന്നുണ്ട്. അതിന്റെ റിസൾട്ട് കിട്ടുന്നവരെ ഒബ്സർവേഷനില്ല. എനിക്കൊരു സമാധാനം ഇല്ലല്ലോ മാണിക്കുഞ്ഞെ. ഞാൻ അങ്ങോട്ട് വരാം. അതിന്റെ ആവശ്യമില്ല, ഇവിടെ ഇപ്പൊ ഞാനുണ്ടല്ലോ. നവീൻ സാർ ഒബ്സർവേഷനില്ല എന്ന് പറഞ്ഞാ ഇപ്പൊ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ വന്നവന്റെ അടുത്തിരുന്നോളാം. അവനും അതൊരു ആശ്വാസമായിരിക്കും. മിക്കവാറും റിസൾട്ട് എല്ലാം കിട്ടിക്കഴിയുമ്പോ ഞങ്ങൾ അങ്ങോട്ട് പുറപ്പെടും. വെറുതെ എന്തിനാ ബുദ്ധിമുട്ടുന്നേ? അല്ല മാണിക്കുഞ്ഞെ, ഞാൻ വിളിക്കാം. എന്തായി പോയവരുടെ വിശേഷം? ഡോക്ടർ എന്തൊക്കെയോ ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അതിന്റെ എല്ലാം റിസൾട്ട് നോക്കിയിട്ട് ആ ആശോളവരെ കൈ കിട്ടിയാ പിന്നെ ഹോസ്പിറ്റലുകാർക്ക് ടെസ്റ്റോട് ടെസ്റ്റാ. ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്റെ മോൻ. ആദ്യം പോലീസുകാരി പിടിച്ചോണ്ടുപോയി, ഇപ്പൊ ദേ ആശുപത്രിയിലും. എന്തൊരു ഗതികേടായത്. ആ ഗതികേടിന്റെ പേരെ നന്ദിയില്ലായ്മ. മനസ്സ് പൊള്ളുമ്പോ പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. ചെറുപ്പകാലം മുതല് നവീൻ എന്നെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞു നടന്നിട്ട് അവസാനം ഒരു മിസ് കേരളയെ കണ്ടപ്പോ എന്നെ തള്ളിക്കളഞ്ഞിട്ട് എല്ലാവരും കൂടി അവളുടെ പിന്നാലെ പോയതല്ലേ.